അപ്പോൾ എല്ലാവർക്കും മൈ ഡ്രീം ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പാസ്ത വൈറ്റ് സോസ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പെനെ പാസ്തയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ പാസ്ത ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ പാസ്ത ബോയിൽ ചെയ്യാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചുള്ളൂ. ഓയിൽ ഒഴിക്കുന്നത് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടുള്ളൂ. ഇനി ഈ പാസ്ത അതിലിട്ട് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാസ്ത കുക്കാവാൻ ഒരു 7 to 8 മിനിറ്റ് എടുക്കും. അപ്പോൾ ഒരു 80% കുക്കാവും. അപ്പോൾ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാസ്ത ഒരു 80% കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചതിന് പാസ്ത ഒന്ന് തണുപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ഓവർ കുക്കാവും. അപ്പോൾ ഇനി നമുക്ക് പാസ്തയ്ക്കുള്ള വെജിറ്റബിൾ കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, കുറച്ച് ചോപ്പ് ചെയ്ത സവാള, ആ സവാളയും വെളുത്തുള്ളിയും വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട്, ക്യാരറ്റും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയതിനു ശേഷം നമുക്ക് പാസ്തയ്ക്കുള്ള സോസ് ഉണ്ടാക്കാം. അപ്പോൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് 50 ഗ്രാം മൈദയും കൂടെ ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് മിക്സ് ആക്കണം. ചെറിയ ചൂടിലിട്ട് ഈ വൈറ്റ് സോസ് ഉണ്ടാക്കാവൂ. കട്ടിയാവാൻ തോറും കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ചെറിയ ചൂടിൽ നമുക്ക് ഈ സോസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ തിക്നെസ്സിൽ വേണം സോസ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളും കൂടി ഈ സോസിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിനു ശേഷം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.